0-0 ഗോൾലെസ് മാച്ച്. പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ മത്സരം ഈ 2026 വേൾഡ് കപ്പിലെ നമുക്ക് ഒരു എൻ്റർടൈനിങ് മാച്ച് തന്നെ ആയിരുന്നു കേട്ടോ. ഈവൻ ദോ പോർച്ചുഗൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ മറന്നുപോയെങ്കിലും കൊളംബിയ അത് വ്യക്തമായിട്ടും വൃത്തിയായിട്ടും ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ 0-0 എന്നുള്ളൊരു മത്സരത്തിൽ അവർ 35ഓളം ഷോട്ട് അല്ലെങ്കിൽ 26ഓളം ഷോട്ടുകളാണ് അവർ അടിച്ചാക്കണത്. 26 ഷോട്ട് രണ്ട് ടീമും അടിച്ചതിൽ 2 ഷോട്ട് മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ പോർച്ചുഗൽ അടിച്ച ഷോട്ട്. ബാക്കി 24 ഷോട്ടുകളും കൊളംബിയ അടിച്ച ഷോട്ടുകളാണ്. അതേപോലെ ഓപ്പോസിഷൻ ബോക്സിൽ ടച്ചസ് ആണെങ്കിൽ ആകെ 15 ടച്ചസ് അങ്ങടെ പോർച്ചുഗലിനുള്ളൂ. 35 ടച്ചസ് ആണ് കൊളംബിയ എടുത്താക്കുന്നത്. ഡിയോഗോ കോസ്റ്റ എന്നുള്ള ഗോൾ കീപ്പർ പോർച്ചുഗലിന് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മത്സരം കൊളംബിയ എന്തായാലും ജയിച്ചേനെന്നാണ് കേട്ടോ എൻ്റെ ഒരു ടേക്ക്. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ ഓൾറെഡി ടോപ്പേഴ്സായിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. അതോടൊപ്പം കൊളംബിയയോട് സമനില വഴങ്ങിയ പോർച്ചുഗൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും അതോടൊപ്പം അവരുടെ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള ഒരു റൺവേ കൂടെയാണ് അവരിനി പോവാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ കളിയുടെ ടേക്ക് അവേസ് എന്താന്ന് നോക്കി നോക്കാം. ഇതിൻ്റെ ടേക്ക് അവേസ് 4 ടേക്ക് അവേസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഹാമിഷ് റോഡ്രിഗസ് എന്നുള്ള കൊളംബിയൻ ലെജൻഡിൻ്റെ കാര്യമാണ്. 60 മിനിറ്റ് 65 മിനിറ്റ് ആണ്ട് കളിച്ചുള്ളെങ്കിലും പോലും നേരിയ വ്യത്യാസത്തിനാണ് ആൾക്ക് മാൻ ഓഫ് ദി മാച്ച് പോയത് എന്ന് വേണം പറയാം. 10ലധികം ചാൻസസ് ആണ് അയാൾ കൊളംബിയയ്ക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തത് ഈ 60-65 മിനിറ്റിൽ ഈ 34 വയസ്സായ ലെജൻഡ്. സോ ജെയിംസ് റോഡ്രിഗസ് കൊളംബിയയിൽ ഒരു അതിഗംഭീര പെർഫോമൻസ്. ആളുടെ 3ാമത്തെ വേൾഡ് കപ്പാണിത്. പക്ഷേ എന്നിരുന്നാലും ആള് കഴിഞ്ഞ കളി പോലും 100% എഫേർട്ടിൽ കളിച്ച പോലെ ആയിരുന്നു നമുക്ക് ജെയിംസ് റോഡ്രിഗസിൻ്റെ കളി കണ്ടപ്പോൾ മനസ്സിലായെന്ന് വേണം പറയാൻ. പിന്നുള്ളൊരു ടേക്കാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ദ ക്രൈസിസ്. കാരണം നമ്മൾ വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻവിസിബിൾ ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ കളിയിൽ ആൾക്ക് ബോള് സർവീസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ബോക്സിൽ നിന്ന് ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല. 2ാമത്തെ കളി ഉസ്ബെക്കിസ്ഥാനായിട്ട് ആളൊരു 2 ഗോൾ അടിച്ചിട്ട് ഗംഭീര പെർഫോമൻസ് കാണിച്ചിട്ട് ഐ ആം ബാക്ക് എന്നെല്ലാം പറഞ്ഞെങ്കിലും 3ാമത്തെ മത്സരത്തിൽ കൊളംബിയയോട് ഒരു ടഫ് ഡിഫെൻസീവ് ടീമിനെ കിട്ടിയപ്പോൾ വീണ്ടും ബോൾ ബോക്സിലേക്ക് എത്താതായപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള പ്ലെയറിന് ബോക്സിൽ ബോൾ ഡെലിവറി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോൾ അടിക്കുന്ന കാര്യം അല്ലെങ്കിൽ ടീമിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം ഒരു ബുദ്ധിമുട്ട് തന്നെയാണെന്നാണ് വീണ്ടും മനസ്സിലാക്കുന്നത് കേട്ടോ. പക്ഷേ മാർട്ടിനസ് പോർച്ചുഗലിൻ്റെ കോച്ച് ആളനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആളനെ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർമേഷനും ഒരു ടീം ഗെയിമിനും തയ്യാറല്ല എന്നാണ് പറയുന്നത്. സോ കണ്ടറിയണം എങ്ങനെയാണ് ഈ പോർച്ചുഗൽ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ. 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്കാരിയസ്റ്റ് പാത്ത്. ഈ ഒരു സമനിലയോട് കൂടിയിട്ട് അവർക്ക് ഗാനേനെയും അതേപോലെ സ്വിറ്റ്സർലൻഡിനെയും അത് കഴിഞ്ഞിട്ട് മാത്രം അർജൻറ്റീനനെ കിട്ടേണ്ട ഒരു റൂട്ട് ഉണ്ടായിരുന്നു ഇഫ് ദേ വോൺ അഗെയിൻസ്റ്റ് കൊളംബിയ. പക്ഷേ അത് തോറ്റോട് കൂടിയിട്ട് ഇനി അവർക്ക് കളിക്കേണ്ടി വരുന്നത് ക്രൊയേഷ്യ, അത് കഴിഞ്ഞിട്ട് ക്രൊയേഷ്യനായിട്ട് ജയിക്കുകയാണെങ്കിൽ സ്പെയിന്, അത് കഴിഞ്ഞിട്ട് അർജൻറ്റീന. സോ അവർ സെമിയിലും ഫൈനലിലും നേരിടാൻ പോകുന്ന പ്രഷറിനേക്കാളും പ്രഷർ അവർ ഈ റൂട്ടിലൂടെ പോകുമ്പോഴായിരിക്കും അവർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ സത്യം. സോ ഇനി 4ാമത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത് ഗോൾ കീപ്പർ ഡിയോഗോ കോസ്റ്റ. എന്തൊരു പവർഫുൾ ഹാൻഡ്സ് ആണ് ഇയാളുടെ. അവസാനം ഒരു ബുള്ളറ്റ് അടി കൊളംബിയ അടിച്ചത് ആളുടെ കയ്യിൽ തട്ടി തെറിച്ചു പോയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കീപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ പോർച്ചുഗൽ മിനിമം ഒരു 2 ഗോളിനെങ്കിലും തോൽവി അറിഞ്ഞാനെന്നാണ് കേട്ടോ എൻ്റെ ഒരു ടേക്ക്. ഡിയോഗോ കോസ്റ്റ എന്ന് പറയുന്ന കീപ്പർ ഓൾറെഡി പോർച്ചുഗീസിലെ FC പോർട്ടലിൽ ഗംഭീര പ്രകടനം നടത്തിയിട്ടാണ് ആൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ആളുടെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഫോം ഉടനീളം ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഡിഫെൻസീവും കൂടി ഇന്ന് പോർച്ചുഗലിന് അനുകൂലമായിട്ട് അവർ മത്സരിച്ചില്ല അല്ലെങ്കിൽ കളിയിൽ വന്നില്ലായിരുന്നെങ്കിൽ പോർച്ചുഗൽ ഇതിലും മോശം എന്ന് പറയാനില്ല. കാരണം സമനില ആയാലും തോൽവി ആയാലും ഈ റൂട്ടിൽ കൂടെ തന്നെ പോകണം, ടഫായിട്ടുള്ള റൂട്ടിൽ കൂടെ തന്നെ വേണം പോകാൻ. സോ ഡിയോഗോ കോസ്റ്റ, ജെയിംസ് റോഡ്രിഗസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ദ റൂട്ട്, ഇത് 4ഉമാണ് ഈ മത്സരത്തിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള ടേക്ക് അവേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കളിയിലെ മാൻ ഓഫ് ദി മാച്ചിന് നടന്ന ഒരു പോരാട്ടമുണ്ട്. അതാണ് ഈ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. ജെയിംസ് റോഡ്രിഗസ് വേഴ്സസ് ഡിയോഗോ കോസ്റ്റയാണ് മാൻ ഓഫ് ദി മാച്ചിനുള്ള പോരാട്ടത്തിന് അവസാനം വരെ നിന്നത്.
എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് മാൻ ഓഫ് ദി മാച്ച് കോള് ചിലപ്പോൾ ഈ കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ മത്സരത്തിലായിരിക്കും. കാരണം 10% അല്ലെങ്കിൽ 10-ലധികം ഗോൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത ജെയിംസ് റോഡ്രിഗസിനെ നേരിയ ശതമാനത്തിനാണ് ഡിയോഗോ കോസ്റ്റ മറികടന്നിട്ട് ഈ മാച്ചിൻ്റെ മാൻ ഓഫ് ദി മാച്ചായി മാറിയതെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അയാൾ എന്തോരം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അയാളുടെ സേവുകൾ എന്തോരം ഇമ്പോർട്ടൻസ് ആ കളിയിൽ പോർച്ചുഗലിന് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് ഡിയോഗോ കോസ്റ്റ മാൻ ഓഫ് ദി മാച്ച് ആവുന്നത്. ഓഫ്കോഴ്സ് ഹി വാസ് എക്സെപ്ഷണൽ. 6 സേവുകളാണ് ആൾ ചെയ്തേക്കുന്നത്. അതായത് മൊത്തം 7 ഷോട്ട് അങ്ങോട്ട് കൊളംബിയ ഓൺ ടാർഗറ്റിൽ അടിച്ചതിൽ 6 അല്ലെങ്കിൽ 1 ഡിയോഗോ കോസ്റ്റനെ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഓഫ് പോർച്ചുഗൽ ഈസ് ദ നെക്സ്റ്റ് മാച്ച് അഗെയിൻസ്റ്റ് ക്രൊയേഷ്യ. ക്രൊയേഷ്യനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ആളുടെ റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡായ മോഡ്രിച്ച് ക്യാപ്റ്റനായ ക്രൊയേഷ്യനെ നേരിടുമ്പോൾ പോർച്ചുഗലിന് എന്താണ് ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് വ്യത്യസ്തമായി ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ കളി നമ്മൾ കണ്ടു, ഡ്രോ ആയി കോങ്കോനായിട്ട്, പ്രഷറാണെന്ന് പറയാം. രണ്ടാമത്തെ കളി ഉസ്ബെക്കിസ്ഥാൻ, ദുർബലരായ ഉസ്ബെക്കിസ്ഥാനെ 5 ഗോൾ അടിച്ചു. ഓക്കെ, നല്ല കളി തന്നെയായിരുന്നു, ടീം നല്ല കോർഡിനേഷനായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ കൊളംബിയനായിട്ട് വരുമ്പോൾ ഇത്രയും ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൊളംബിയ എന്നുള്ള ഒരു ടീമിൻ്റെ ഡിഫൻസ് അത്രയും ഡീപ്പായിക്കൊണ്ടിരിക്കുമ്പോൾ അത് മറികടക്കാൻ അല്ലെങ്കിൽ അത് തകർക്കാൻ പറ്റാതെ പോകുന്ന പോർച്ചുഗൽ വീർപ്പ് മുട്ടുന്നത് നമ്മൾ കണ്ടു. ഓഫ്കോഴ്സ് കൊളംബിയ ഗംഭീര ടീം തന്നെയാണ്. കോപ്പ അമേരിക്കയിൽ അർജൻറ്റീനനെ വരെ സമനിലയിൽ ഫൈനലിൽ തളച്ച് ടീമാണ് കൊളംബിയ. ബട്ട് സ്റ്റിൽ ഇൻ പേപ്പേഴ്സ് പോർച്ചുഗൽ ഇത്രയും നല്ല ടീമാണ്. എന്നാണ് ഇവർ ഫോമിലേക്ക് വരാൻ പോകുന്നത്? അല്ല, ഇനി ക്രൊയേഷ്യനായിട്ടുള്ള മത്സരത്തിൽ ഇവർ കംപ്ലീറ്റ് ഫോം ആവുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തത് നമ്മുടെ അർജൻറ്റീന വേഴ്സസ് ജോർദാൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് യൂട്യൂബ് കൊണ്ടുവന്ന് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മൾ തിരുത്തിയിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ പോർച്ചുഗലിൻ്റെ വിധി എന്താവുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും.